ആമീൻ എന്ന് ചൊല്ലുന്നു. വീണ്ടും ഒട്ടകം ശബ്ദിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആമീൻ എന്ന് ചൊല്ലുന്നു. നാലാമതും ഒട്ടകം ശബ്ദിക്കുന്നു. അപ്പോൾ ഫബകാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ കരയുന്നു. ഫഖുൽനാ യാ റസൂലല്ലാഹ്, ഞങ്ങൾ ചോദിച്ചു അല്ലാഹുവിന്റെ റസൂലേ എന്താണ് ഈ ഒട്ടകം പറയുന്നത്? അല്ലാഹുവിന്റെ റസൂൽ ഞങ്ങൾക്ക് പറഞ്ഞു തന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖാല ജസാകല്ലാഹു അയ്യുഹൻ നബിയ്യു അനിൽ ഇസ്ലാമി വൽ ഖുർആനി ഖൈറാ. നബിയേ, ഖുർആനിന്റെയും ഇസ്ലാമിന്റെയും വകയിൽ അല്ലാഹു തആല തങ്ങൾക്ക് വലിയ പ്രതിഫലം നൽകട്ടെ എന്ന് ഒട്ടകം പ്രാർത്ഥിച്ചു. ഫഖുൽതു ആമീൻ, അപ്പോൾ ഞാൻ ആമീൻ ചൊല്ലി. പിന്നെയോ സുമ്മ ഖാല, പിന്നെ ഒട്ടകം പറഞ്ഞു സക്കറല്ലാഹു റബ്ബ ഉമ്മതിക യൗമൽ ഖിയാമത്തി കമാ സക്കൻത റബ്ബി. നബിയേ, തങ്ങളെ ഉമ്മത്തിന് മനസ്സിലുണ്ടാകുന്ന ബേജാറില്ലേ, വിഷമമില്ലേ, ഖിയാമത്ത് നാളിൽ ആ വിഷമത്തിന് അല്ലാഹു തആല സമാധാനം നൽകട്ടെ. തങ്ങളെ ഉമ്മത്തിന് അല്ലാഹു സമാധാനം നൽകട്ടെ. എന്റെ മനസ്സിന്റെ വിഷമത്തിന് തങ്ങൾ സമാധാനം തന്നില്ലേ, തങ്ങളെ ഉമ്മത്തിന് അല്ലാഹു സമാധാനം നൽകട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ ഫഖുൽതു ആമീൻ, ഞാൻ ആമീൻ ചൊല്ലി മക്കളെ. വീണ്ടും ഒട്ടകം പറയുകയാണ് ഹഖനല്ലാഹു ദിമാ ഉമ്മതിക മിൻ അദാഇഹാ കമാ ഹഖൻത ദമീ. അങ്ങയുടെ സമുദായത്തിന്റെ രക്തം അങ്ങയുടെ സമുദായത്തിന്റെ വിരോധികളായ ശത്രുക്കളിൽ നിന്ന് അല്ലാഹു കാവൽ നൽകട്ടെ. മുസ്ലിം ഉമ്മത്തിനെ ഒന്നായി നശിപ്പിക്കുന്ന ഒരു രംഗത്തേക്ക് ഇസ്ലാമിന്റെ ശത്രുക്കളെ അല്ലാഹു കൊണ്ടുവരാതെ ശത്രുക്കളിൽ നിന്ന് അങ്ങയുടെ ഉമ്മത്തിന്റെ രക്തം അല്ലാഹു കാക്കട്ടെ. ഫഖുൽതു ആമീൻ, ഞാൻ അപ്പോഴും ആമീൻ ചൊല്ലി. ഖാല, പിന്നെ ഒട്ടകം ഒരു ദുആ നടത്തി. ലാ ജഅലല്ലാഹു ബൽസഹാ ബൈനഹാ. മുസ്ലിം സമുദായത്തിനിടയിൽ പരസ്പരം ഭിന്നിപ്പുണ്ടായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തും കൊലയുമാകുന്ന ഒരു രംഗം അങ്ങയുടെ സമുദായത്തിന് പരസ്പരമുള്ള ഭിന്നിപ്പ് ഇല്ലാതിരിക്കട്ടെ എന്നൊട്ടകം പ്രാർത്ഥിച്ചപ്പോൾ ഫബകൈതു, ഞാൻ കരഞ്ഞു. ഞാൻ ആമീൻ ചൊല്ലാതെ കരഞ്ഞു. ഫബകൈതു, ഞാൻ കരഞ്ഞു. വഖുൽതു, ഞാൻ മനസ്സിൽ വിചാരിച്ചു ഹാദിഹി ഖിസാലു സഅൽതു റബ്ബി ഫഅതാനിഹാ. ഈ ഒട്ടകം ആദ്യം പ്രാർത്ഥിച്ച 3 കാര്യങ്ങളും ഞാൻ എന്റെ റബ്ബിനോട് ചോദിച്ചിട്ട് കിട്ടിയ കാര്യങ്ങളാണ്. വമനഅനി ഹാദിഹി, സമുദായത്തിൽ പരസ്പരം ഭിന്നിപ്പില്ലാതിരിക്കാൻ ഞാൻ പ്രാർത്ഥിച്ചിട്ട് പടച്ച റബ്ബ് എനിക്ക് ഉത്തരം തന്നിട്ടില്ലല്ലോ. ഫഅഖബറനി ജിബ്രീൽ അനില്ലാഹി തആല, ജിബ്രീൽ അലൈഹിസ്സലാം എന്നോട് പറഞ്ഞത് അലാ ഇന്ന ഫനാ ഉമ്മതിക ബിസ്സൈഫി, വാളെടുത്ത് പരസ്പരം വെട്ടുന്ന രംഗം അങ്ങയുടെ സമുദായത്തിന് സംഭവിക്കും നബിയേ. കാരണം ജറൽ ഖലമു ബിമാ ഹുവ കായിനുൻ ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ നടക്കുന്ന സംഗതികളൊക്കെ അതായി എഴുതപ്പെട്ടു പോയി, കറക്റ്റായി റിക്കാർഡാക്കപ്പെട്ടു പോയി, അതിന് മാറ്റമില്ല എന്നല്ലേ അല്ലാഹുവിന്റെ ഓർഡറായി ജിബ്രീൽ അലൈഹിസ്സലാമിൽ നിന്ന് എനിക്ക് കിട്ടിയത്. അതുകൊണ്ട് ഈ ഒട്ടകം എന്റെ ഉമ്മത്ത് തമ്മിൽ ഭിന്നിക്കരുതെന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ കരഞ്ഞുപോയി. ഓ മുസ്ലിം സമുദായമേ, ഭിന്നത ഈ സമുദായത്തിലില്ലാതിരിക്കില്ല. പക്ഷേ ഭിന്നതയുടെ വക്താക്കൾ നമ്മളാകരുത്. പരമാവധി ഭിന്നിപ്പില്ലാതെ കൊണ്ടുപോകാൻ ശ്രമിക്കണം. ഐക്യത്തോടെ മുസ്ലിം ഉമ്മത്ത് ജീവിക്കാൻ ശ്രമിക്കണം. നാം അല്ലാഹുവിന്റെ ദീനിന്റെ ഇൽമു പ്രചരിപ്പിക്കണം. അല്ലാഹുവിന്റെ ദീനിന്റെ ഇൽമു പഠിക്കണം. ഖുർആൻ പഠിപ്പിക്കുന്ന ആശയങ്ങൾ പഠിക്കണം. ഹദീസുകൾ പഠിപ്പിക്കുന്ന ആശയങ്ങൾ പഠിക്കണം. വിവരമില്ലാത്തത് കൊണ്ടാണ് പലരും സത്യത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്നത്. നമ്മുടെ പരിപാടി വിമർശനത്തിനുള്ളതല്ല, ഇതൊരു ഖണ്ഡന പ്രസംഗമല്ല. ഇത് മുസ്ലിമീങ്ങൾക്ക് ഇൽമു പഠിക്കാനുള്ള മാർഗമാണ്. കഴിഞ്ഞ കൊല്ലം 7 ദിവസം വഅദ് പറഞ്ഞതും അങ്ങനെ തന്നെയാണ്. ഇക്കൊല്ലത്തെ വഅദ് കഴിഞ്ഞ കൊല്ലം നമ്മൾ പറഞ്ഞത് ഒരു ഹദീസ് 7 ദിവസമാണ്. ഇക്കൊല്ലം പറയുന്നത് ഒരു സൂറത്താണ്. അത് അഅ്ലമു സൂറത്തിൻ ഫിൽ ഖുർആൻ, ഖുർആനിൽ ഏറ്റവും ബഹുമാനമുള്ള സൂറത്തായ സൂറത്തുൽ ഫാത്തിഹ. അതിനെക്കുറിച്ചാ പറയാനുള്ളത്. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് ചെയ്താൽ നമുക്ക് നാളെ
നാളെയും കൃത്യമായി തന്നെ പരിപാടി ആരംഭിക്കേണ്ടതുണ്ട്. നിങ്ങളൊക്കെ കൃത്യമായി എത്തണമെന്ന് ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ വാചകം നിർത്തുന്നു. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സഹാബത്ത് കാവല് ചോദിച്ചതും കലിമാത്തുല്ലാഹിയോട് കാവല് ചോദിക്കാൻ, പരിശുദ്ധാത്മാക്കളോട് കാവല് ചോദിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതും ഈ ഒട്ടകം തന്നെ നബിയോട് കാവൽ ചോദിച്ചതും അതെല്ലാം അല്ലാഹുവിന്റെ കാവല് കിട്ടാനുള്ള കാരണമാണ്. മഹാത്മാക്കളോട് ചോദിക്കലെന്ന നിലക്കാണ്. വാസ്തവത്തിൽ കാവൽ കൊടുക്കുന്നവൻ അല്ലാഹു തന്നെ. അവനല്ലാതെ കാക്കുന്നവനില്ല, അവനല്ലാതെ കൊടുക്കുന്നവനില്ല. അവനിൽ നിന്നെപ്പോഴും കാവൽ ചോദിച്ചുകൊണ്ടിരിക്കണം. അതിൽ പ്രത്യേകം കാവൽ ചോദിക്കൽ സുന്നത്തുള്ള രംഗങ്ങളാണ് ഞാൻ ഹദീസുകൾ ഉദ്ധരിച്ച് നിങ്ങൾക്ക് വിവരിച്ചു തന്നത്. ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ആയത്തിനെ കുറിച്ച് വിവരിക്കാനും കേൾക്കാനും മനസ്സിലാക്കാനും പടച്ച റബ്ബ് തൗഫീഖ് നൽകട്ടെ. ഒരു 3 സ്വലാത്ത് ചൊല്ലിയിട്ട് നമുക്ക് ദുആ ചെയ്യാം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം اللهم صل على محمد يا ربي صل عليه وسلم. അർഹമുർ റഹീമിനായ റബ്ബേ, ഞങ്ങളുടെ മജ്ലിസ് നീ ദുആ ഇജാബത്തുള്ള മജ്ലിസാക്കണം റഹ്മാനേ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദഹു. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد. أرحم الراحمين يا رب. നിന്റെ ഖുർആനിന്റെ ഇൽമുകൾ നിന്റെ മഹാന്മാരായ അയിമ്മത്ത് മുജ്തഹിദുകൾ പഠിപ്പിച്ചതുപോലെ നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അവിടുത്തെ സഹാബത്തും അറിയിച്ചു തന്നതുപോലെ മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്തി അവസാനം ഈമാനോടെ മരിച്ച് നിന്റെ ഖുർആനിന്റെ ശഫാഅത്ത് ലഭിക്കുന്ന മുഅ്മിനീകളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണം റഹ്മാനേ. ഞങ്ങൾ ചൊല്ലിയ സ്വലാത്തുകൾ നിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹനീയ ഹളറത്തിലെത്തിക്കണം റഹ്മാനേ. അവിടുത്തോടുള്ള സ്നേഹവും ഖുർആനിനോടുള്ള താല്പര്യവും ഞങ്ങളെ ഖൽബിൽ നീ വർദ്ധിപ്പിച്ചു തരണം റഹ്മാനേ. അർഹമുർ റഹീമീനായ റബ്ബേ, ഇന്ന് മരണപ്പെട്ടു പോയവരുണ്ട്. അരിയാക്കൂൽ മൊയ്തുഹാരിയുടെ ഭാര്യ ഇന്ന് മരണപ്പെട്ടു എന്നറിയിച്ചു. ഒരു ചെറിയ ഒരു കുട്ടി നമ്പ്യത്താങ്കുണ്ടിൽ അപകടത്തിൽപ്പെട്ട് കുറെ ദിവസമായി ബോധമില്ലാതെ കിടക്കുന്നത് മരിച്ചു എന്ന് കേട്ടു. റബ്ബേ, ഞങ്ങൾ ഇന്ന് വേറെയും ഒരുപാട് ആളുകൾ മരിച്ചുപോയവരുണ്ട്. മുമ്പ് മരിച്ചുപോയവർ ഒരുപാടുണ്ട്. ഞങ്ങളെ സദസ്സിൽ കഴിഞ്ഞ വർഷം പങ്കെടുത്ത പലരും മരിച്ചുപോയവരുണ്ട്. റബ്ബേ, ഞങ്ങളുടെ മരണത്തിന്റെ സമയം ഞങ്ങൾക്കറിയില്ല. നിന്റെ പൊരുത്തത്തിൽ ഞങ്ങൾക്ക് ദീർഘായുസ് തരണം റഹ്മാനേ. നിന്റെ പൊരുത്തത്തിൽ ഞങ്ങൾക്ക് ദീർഘായുസ് തരണം റഹ്മാനേ. പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് രക്ഷിക്കണം റഹ്മാനേ, കാക്കണം റഹ്മാനേ. റബ്ബേ, മരിച്ചുപോയ എല്ലാവരുടെ ഖബറിനെയും നീ സന്തോഷത്തിലാക്കണം റഹ്മാനേ. ഞങ്ങൾക്ക് മുമ്പ് കാലത്ത് വാഴ് പറഞ്ഞു തന്ന ധാരാളം ആലിമീങ്ങൾ ഈ നാദാവരും മക്ബറയിൽ കിടക്കുന്നുണ്ട്. റബ്ബേ, ഞങ്ങളെ ഉമ്മബാപ്പമാര് കുടുംബക്കാര് പലരും മരിച്ചിട്ടവിടെയുണ്ട്. എല്ലാവരുടെ ഖബറിനെയും നീ സന്തോഷത്തിലാക്കണം റഹ്മാനേ. ഈ നാദാപുരത്തിന് ദശക്കണക്കിന് വർഷം ഇൽമിന്റെ വെളിച്ചം നൽകിയ മഹാനായ മർഹൂം കിയന ഉസ്താദ് അടക്കം എത്രയോ ആലിമീങ്ങളും ഉസ്താദുമാരും ഞങ്ങളെ വിട്ടുപിരിഞ്ഞു പോയിട്ടുണ്ട്. അവിടുത്തെ ശിഷ്യരായ ബഹുമാനപ്പെട്ട പുല്ലൂക്കര ഉസ്താദ് അവിടുന്ന് മരണപ്പെട്ട മാസമാണിത്. റബ്ബേ, ഫാത്തിഹ സൂറത്തടക്കം തഫ്സീർ ഓതി പഠിച്ചത് അവിടെ നിന്നാണ്. അവിടുത്തെ ദർജന നീ ഏറ്റിക്കൊടുക്കണം റഹ്മാനേ. ദർസിലേക്ക് ഇൽമു പഠിക്കാൻ പറഞ്ഞേച്ച ബാപ്പ മരിച്ചതും ഈ മാസത്തിലാണ്. റബ്ബേ, ബാപ്പയുടെ ഖബറും നീ സന്തോഷത്തിലാക്കണം റഹ്മാനേ. അവരെയും ഞങ്ങളെയും നീ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണം റഹ്മാനേ. റബ്ബേ, കായപ്പനച്ചിയിലുള്ളൊരു ആള് പ്രത്യേകം പാമ്പ് കടിയേറ്റ് മെഡിക്കൽ കോളേജിലുണ്ടെന്ന് അറിയിച്ചിട്ടുണ്ട്. നീ സൂറത്തുൽ ഫാത്തിഹയുടെ ബറക്കത്ത് കൊണ്ട്, ഖുർആനിന്റെ ബറക്കത്ത് കൊണ്ട്, അദ്കാറിന്റെ ബറക്കത്ത് കൊണ്ട് അദ്ദേഹത്തിന്റെ എല്ലാ വിഷങ്ങളും നീ ഇറക്കി കൊടുക്കണം റഹ്മാനേ.